പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിളക്ക് കൊളുത്തി ആരും പറയുടെ അടിയിൽ വയ്ക്കാറില്ല. കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അവിടുത്തെ മഹത്വം അനുഭവിച്ച മനുഷ്യര്, അവിടുത്തെ മഹത്വത്തെ ദർശിച്ചിട്ടുള്ള മനുഷ്യര് അത് കൂടെയുള്ളവരോട് വിളിച്ചു പറയാനായിട്ട് ബാധ്യതയുണ്ടെന്ന് വചനം നമ്മളോട് പറഞ്ഞു തരും. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ പറയുന്നുണ്ട്, സർവശക്തനായ കർത്താവെ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന്, സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കട്ടെ. ഇത് ഓരോരുത്തരുടെയും, ഓരോ കുടുംബങ്ങളുടെയും, ഓരോ നാടിൻ്റെയും, അവനെ അനുഭവിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും കടമയാണ് ഇത് വിളിച്ചു പറയാനായിട്ട്. അതിന് തക്കതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെ കർത്താവിനെ പ്രഘോഷിക്കുന്ന വിളിച്ചു പറയലുകൾ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തെന്നുള്ളതാണ് പ്രശ്നം. മനോഹരമായിട്ടുള്ള വചനഭാഗങ്ങളാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത്. ദാവീദ് കർത്താവിൻ്റെ മുൻപിലിരുന്ന് തൻ്റെ കുടുംബത്തെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. നമുക്കിതാ ഈ സമയം, ഈ നിമിഷങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ മുൻപിലിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലിരിക്കുമ്പോൾ നമുക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കുന്ന പ്രാർത്ഥനയാണ്. ദാവീദ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഇതാണ്: ദൈവമായ കർത്താവെ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. ഇത് എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലേ? നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ഇത്രയും കാലം കടന്നു പോകുന്ന ജീവിതത്തെ നോക്കിയിട്ട് പറയണം, കർത്താവെ, അങ്ങ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത്രമാത്രം ഉയർത്താൻ ഞാൻ എന്താവുന്നു. അങ്ങയുടെ മുൻപിൽ ഒരു യോഗ്യതയില്ലാതിരുന്ന, അങ്ങയുടെ മുൻപിൽ ഒരു അർഹതയുമില്ല, നിൽക്കാൻ പോലും അർഹതയില്ലാത്ത എൻ്റെ കുടുംബത്തെ അങ്ങ് ഇത്രമാത്രം ഉയർത്തിയല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രായമുള്ള അപ്പനും അമ്മയ്ക്കാണ് പ്രാർത്ഥിക്കണമെങ്കിൽ അവരൊന്ന് നോക്കണം, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴും. കാരണം കടന്നു പോകുന്ന വഴികളെക്കുറിച്ചുള്ള ഓർമ്മയാണത്. നമ്മളും ഇങ്ങനെ പതിയെ പതിയെ ഒന്ന് പഴയ കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചെടുക്കുമ്പോൾ ഇവിടെ വരേക്ക് എത്തുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു നേരം മാത്രം കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഒരു കൃത്യമായിട്ട് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മക്കൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വേദന ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ച എത്ര സമയങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടമെടുത്തിട്ട് അത് വീട്ടിൽ തീർക്കാൻ പറ്റാത്തതിൻ്റെ വേദനയോടെ എത്ര കാലങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട്. സ്വന്തമായിരുന്ന ചില ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ വല്ലാതെ ഭാരപ്പെടുകയും ഇങ്ങനെ വല്ലാതെ തളർന്നു പോവുകയും ചെയ്തിരുന്നൊരു സമയങ്ങളിൽ നിന്ന് കർത്താവ് ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒന്നിനും അത്രയ്ക്ക് അങ്ങനെ ദാരിദ്ര്യം പറയാനില്ലാത്തൊരവസ്ഥയിലേക്ക്, ഒരുപാട് വിറ്റുകളയേണ്ടാത്ത സാഹചര്യങ്ങളിലേക്ക് ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അതിനുപരിയായിട്ട് ദൈവത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാതിരുന്ന, നമുക്ക് ഈ ബൈബിളിനെ കുറിച്ചിട്ടോ പ്രാർത്ഥനയെക്കുറിച്ചിട്ടോ ഒരു ഉൾക്കാഴ്ചയും ഇല്ലാതിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇവിടെ വരെ ഇപ്പം അത്യാവശ്യം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, അത്യാവശ്യം ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ ഒന്ന് കാര്യമായിട്ടൊക്കെ ചില സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തിരിച്ചറിവുകളിലേക്ക് വരെ നമ്മൾ എത്തിയ കാര്യങ്ങൾ ഓർത്തിട്ട് വേണം കർത്താവിൻ്റെ മുൻപിലിരുന്ന് പറയാനായിട്ട്, ദൈവമായ കർത്താവെ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. കർത്താവെ, അങ്ങയുടെ വാക്ക് നിവർത്തിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വചനം പറയണ കാര്യമാണ്. അങ്ങ് എൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ. വചനം അങ്ങ് വാക്ക് നിവർത്തിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഞാൻ നിൻ്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങേ ദാസൻ അങ്ങത് വെളിപ്പെടുത്തിയല്ലോ. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറകൾക്ക് വേണ്ടി, ഇനിയുള്ള എൻ്റെ കുടുംബത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയൊക്കെ കർത്താവ് പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് അവിടെ നിന്ന് എനിക്ക് ഉറപ്പ് തരുന്നതിനെ കുറിച്ച് നന്ദി പറഞ്ഞിട്ടാണ് ദാവീദ് ഈ ഒരു പ്രാർത്ഥന നടത്തണേ. ഇത് മറ്റുള്ളവരുടെ മുൻപിലുള്ള സാക്ഷ്യമായി അവതരിപ്പിക്കാനുള്ള കാര്യമാണെന്ന് വചനം നമ്മളോട് പറഞ്ഞു തരും. കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സുസ്ഥിരമായിട്ടുള്ളൊരു ഭാവി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വിളിച്ച് പറയുമ്പോൾ, ധൈര്യത്തോടും ഉറപ്പോടും ബോധ്യത്തോടും കൂടി അത് അവരോട് ഷെയർ ചെയ്യുമ്പോൾ അതിങ്ങനെ
ദീപപീഠത്തിന് മുൻപിൽ കൊളുത്തി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ വിളക്കാണത്. അത് വെറുതെ നമുക്ക് വേണ്ടി കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ വെറുതെ പറയുടെ കീഴിൽ ആരും അറിയാതെ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ലെന്നേ. അത് കണ്ടുമുട്ടുന്നവരോടൊക്കെ വിളിച്ചു പറയാനുള്ളതാ. അതാണ് പറയണത്. ഇത് ദീപം കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള, എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള എൻ്റെ കർത്താവിൻ്റെ പരിപാലനയെക്കുറിച്ച് അത് ബോധ്യം കിട്ടിയിരിക്കുന്നത് നമുക്ക് അത് മറ്റുള്ളവരോട് പറഞ്ഞേ പറ്റുള്ളൂ. കർത്താവെ, അങ്ങയുടെ കുടുംബം അങ്ങേ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ആ ഒരു പ്രാർത്ഥന കൂടെ സമർപ്പിച്ചേ പറ്റുള്ളൂ കുടുംബത്തിന് വേണ്ടിയിട്ട്. അങ്ങയുടെ തിരുമുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവാതിരിക്കും. ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും തന്നെ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന നമ്മൾ നേരത്തെ ധ്യാനിച്ചിട്ടുള്ള അതേ കാര്യമാണ് വചനം പറയണത്. അങ്ങയുടെ തിരുമുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ അങ്ങ് തിരുവുള്ളമാകണം. കുടുംബത്തെ സമർപ്പിക്കുക. ഇന്നത്തെ ഈ ദിവസം, ഈ സമയം ദാവീദ് രാജാവ് സമർപ്പിച്ചതുപോലെ എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് കർത്താവെ, തിന്മയിൽ പെട്ടുപോകാതെ എന്നും നിന്റെ സ്വന്തമായിരിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് വാഗ്ദാനം, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മളും ഇന്നത്തെ ചിന്തകളൊന്ന് അവസാനിപ്പിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തെ സമർപ്പിക്കുക. കുടുംബത്തിന് കർത്താവ് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഓർത്തെടുക്കുക. ഒരിക്കലും അവിടുത്തെ നന്മകൾ, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവാതിരിക്കാൻ കർത്താവെ, അങ്ങേക്ക് നിരക്കാത്തതൊന്നും തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവേശനം അനുവദിക്കാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാവാതെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കത്തക്ക വിധം അങ്ങേക്ക് പ്രസാദകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിശ്വാസത്തോടെ ദാവീദ് ആഗ്രഹിച്ച പോലുള്ള ഒരു ആശീർവാദം നമ്മുടെ കുടുംബത്തിന് മേലുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വാക്ക് കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യൻ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഓർത്തെടുത്ത ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ പണിതുയർത്താൻ, അങ്ങയിൽ നിന്ന് ഒരിക്കലും ആടിയുലഞ്ഞ് വീണുപോകാത്ത വിധത്തിൽ അങ്ങാകുന്ന പാറമേൽ മാത്രം ഞങ്ങളുടെ ഭവനത്തിൻ്റെ അടിത്തറയിടാൻ, അങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് സ്വസ്ഥമായി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,